ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കാണുന്നതിനെല്ലാം കൈ നീട്ടരുത് എന്നതിനെ കുറിച്ചാണ്. അതിനു മുമ്പ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനം കേൾക്കാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന എല്ലാ കൂട്ടായ്മകളിലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശക്തിയും അത്ഭുതങ്ങളും ഉണ്ട്. പ്രിയ മകനെ, പ്രിയ മകളെ, നിങ്ങൾ രണ്ടുപേർ ഒരുമിച്ച് കൂടിയിരുന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മധ്യ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട്. നിങ്ങളുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ അത്ഭുതമുണ്ട്. നിങ്ങളുടെ രോഗത്തിലേക്ക് യേശുവിന്റെ സാന്നിധ്യമുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് യേശുവിന്റെ ഇടപെടലുണ്ട്. ഇത് വലിയ ദൈവിക ഇടപെടലുകളുടെ സമയമാണ്. ഒരു വ്യക്തിയുടെ അനുഭവം ഒന്ന് ശ്രദ്ധിക്കാം. സിസ്റ്റർ ലില്ലി ജോസ് ഇടുക്കിയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഏകദേശം 25 വർഷമായി ഗ്യാസിന്റെ അസുഖം മൂലം പല പ്രയാസങ്ങളും എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. ചിലപ്പോൾ വയറ്റിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ടായി ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഈ രോഗം വർദ്ധിച്ച് ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് തോന്നുമാറ് ഞാൻ പീഡ അനുഭവിച്ചിട്ടുണ്ട്. അഭിഷേകാഗ്നി പ്രോഗ്രാം ആദ്യമായി കാണാൻ ഭാഗ്യം ലഭിച്ചത് 2007 ജൂൺ മാസത്തിലാണ്. പിന്നീടുള്ള എല്ലാ ആഴ്ചകളിലും പ്രാർത്ഥനാപൂർവം ഈ പരിപാടിയിൽ പങ്കുചേർന്ന് ഞാൻ യേശുവിനെ ആരാധിച്ചിരുന്നു. 2007 ഓഗസ്റ്റ് മാസത്തിൽ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൾ വളരെ ശക്തിയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഓഗസ്റ്റ് 19 തീയതിയിലെ അഭിഷേകാഗ്നി പരിപാടിയിൽ ഞാൻ ഭക്തിപൂർവം കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി എന്റെ 25 വർഷമായ ഗ്യാസ് സംബന്ധമായ അസ്വസ്ഥത എന്റെ കർത്താവ് അവിടെ വെച്ച് സുഖപ്പെടുത്തി. പിന്നീട് ഇന്നു വരെ ഗ്യാസ് സംബന്ധമായ ഒരു ബുദ്ധിമുട്ടും എന്നെ അലട്ടിയിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. മറ്റൊരു സംഭവം കൂടാതെ എനിക്ക് അനുഭവപ്പെട്ടിരുന്ന വലിയൊരു പ്രശ്നമായിരുന്നു യാത്രയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് ബസ് യാത്രയിൽ. ബസ്സിൽ കയറിയാൽ ഉടനെ ഇരിക്കണം. അരമണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ തലവേദന തുടങ്ങും. പിന്നെ ശരീരം മുഴുവൻ തളർന്നു പോകുന്ന അനുഭവമാകും. തല ഉയർത്തിപ്പിടിക്കാനോ കണ്ണ് തുറക്കാനോ പിന്നെ സാധിക്കുകയില്ല. കണ്ണടച്ച് തല താഴ്ത്തി മുമ്പിലുള്ള സീറ്റിലേക്ക് കമിഴ്ന്ന് തല കുമ്പിട്ട് കടന്ന് യാത്ര ചെയ്യും. എത്ര മണിക്കൂർ സഞ്ചരിച്ചാലും ഈ അവസ്ഥയിൽ തന്നെയാണ് ഞാൻ യാത്ര ചെയ്തിരുന്നത്. ഇറങ്ങേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ മാത്രമാണ് തല പൊക്കുന്നത്. ചില അവസരങ്ങളിൽ യാത്ര തുടരാൻ സാധിക്കാതെ ടിക്കറ്റ് എടുത്ത സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. കൂട്ടില്ലാതെ ഒരിക്കലും എനിക്ക് യാത്ര ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇത് ഏതാണ്ട് 50 വർഷക്കാലത്തോളമായി ഞാൻ അനുഭവിച്ചിരുന്ന ഒരു പീഡയാണ്. ഈ പീഡയിൽ നിന്നുള്ള വിടുതലിനായി 2007 ജൂൺ മാസത്തിലെ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് ഞാൻ യേശുവിന്റെ സന്നിധിയിൽ മുട്ടുമേൽ നിന്ന് കരഞ്ഞു. അതിന്റെ ഫലമായി 50 വർഷം പഴക്കമുള്ള ഈ അസ്വസ്ഥത എന്റെ യേശു എന്നിൽ നിന്ന് സുഖപ്പെടുത്തി. പിന്നീട് ഞാൻ നടത്തിയ ചെറുതും വലുതുമായ എല്ലാ യാത്രകളും തല ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന് പ്രകൃതിയിലെ മനോഹര ദൃശ്യങ്ങൾ കണ്ട് ദൈവത്തെ സ്തുതിച്ച് സുഖമായി സന്തോഷയാത്രകൾ നടത്തി. എന്റെ ദൈവം എനിക്ക് തന്ന ഈ കൃപയോർത്ത് ഞാൻ ദൈവത്തിന് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. സിസ്റ്റർ ലില്ലി ജോസ് ഇടുക്കിയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എത്രയോ വലിയ സന്തോഷമാണത്. 25 വർഷമായുള്ള ഗ്യാസിന്റെ ബുദ്ധിമുട്ട്, 50 വർഷത്തോളമായി യാത്ര ചെയ്യുമ്പോഴുള്ള പീഡ, ഇതാണ് അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് യേശുവേ എന്ന് വിളിച്ചപ്പോൾ സിസ്റ്റർ ലില്ലി ജോസിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഇടപെട്ട് ചെയ്തു കൊടുത്ത അത്ഭുതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നിങ്ങളുടെ ഇടയിൽ അത്ഭുതമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ഈ സമയത്ത് എന്റെ ഈശോയെ എനിക്ക് അത്ഭുതകരമായി സൗഖ്യം ലഭിച്ചാൽ ഞാനത് സാക്ഷ്യപ്പെടുത്തും, സഹീവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് എഴുതി അറിയിക്കും എന്ന് നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ രോഗത്തിൽ അത്ഭുത ദൈവിക ഇടപെടൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് ഒരു 100 പേരോട് ഇന്ന സമയത്ത് അഭിഷേകാഗ്നി പ്രോഗ്രാം ഉണ്ട്, അത് കാണുന്നത് നല്ലതാണ് എന്ന് ഒരു നേർച്ചയായി എടുത്ത് 100 പേരെ അറിയിച്ച് അതൊരു പ്രേക്ഷിത വേലയെ സമർപ്പിച്ചാൽ കർത്താവ് ഒരു സുവിശേഷ വേലയെ കണക്കാക്കി നിങ്ങളുടെ പ്രശ്നത്തെ കർത്താവ് ഇടപെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. പ്രൈസ് ദ ലോർഡ്. സുവിശേഷ വേലയും ദൈവവേലയും കർത്താവ് അംഗീകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ അനേകം സുവിശേഷ വേലക്കാരെ ഉയർത്തണമേ. അനേകം ദൈവവേലക്കാരെ അഭിഷേകം ചെയ്യണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവെ. സാമ്പത്തിക ഞെരുക്കത്തോടെ ഇരിക്കുന്നവരുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടണമേ കർത്താവെ. കുടുംബത്തിൽ വഴക്കും കലഹവുമായി വേദനിക്കുന്ന മക്കളെ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. ഈ സമയത്ത് വചനം കേൾക്കാൻ തടസ്സമായി ഏതെങ്കിലും മകൻ കൂട്ടായ്മയിൽ വരാൻ പറ്റാതെ വിദൂരത്തോ അകലെയോ എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവിടുത്തെ ദൂതന്മാർ കടന്നു ചെന്ന് ആ മകനെ ആ മകളെ എല്ലാ കെട്ടുകൾ
അഴിച്ച് ദൈവവചനം കേൾക്കാൻ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരട്ടെ കർത്താവെ. കുടുംബങ്ങളിൽ വചനം കേൾക്കാൻ അന്തരീക്ഷം ഉണരട്ടെ കർത്താവെ. വിശ്വാസം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് അഭിഷേകം ലഭിക്കട്ടെ. പ്രാർത്ഥന മങ്ങിപ്പോയ കുടുംബങ്ങളിൽ അത്ഭുത അഭിഷേകം നിറയട്ടെ. പ്രാർത്ഥനാരൂപി വ്യാപരിക്കട്ടെ. കുടുംബങ്ങളുടെ മേൽ സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങുന്ന സമയമായി മാറട്ടെ. സമൂഹങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്ന സമയമായി മാറട്ടെ. കൂട്ടായ്മകൾ, സംഘടനകൾ, ദൈവത്തിന്റെ സഭ അത്ഭുതകരമായി ഉണർവ് പ്രാപിക്കുന്ന സമയമായി ഈ സമയം രൂപാന്തരപ്പെടട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ, സ്വർഗത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. സമൂഹങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മ ശക്തി നിറയട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി നിറയട്ടെ. വചനത്തിന്റെ ശക്തി നിറയട്ടെ. സാത്താന്റെ കൊമ്പുകൾ തകരട്ടെ. സാത്താന്റെ കോട്ടകൾ തകരട്ടെ. സാത്താന്റെ ആധിപത്യങ്ങൾ തകരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ തിരുലിഖിതം, കാണുന്നതിനൊക്കെ കൈ നീട്ടരുത്, കാണുന്നതിനൊക്കെ കൈ നീട്ടരുത്. നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ദിവസം ഒരു കുടുംബം വളരെ വേദനയോടെ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, ഒരു പുതിയ വീട് വെക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് എത്രയോ നാളുകളായി. എന്താണെന്നറിയില്ല, ഒന്നിനു പുറകെ ഒന്നായി എല്ലാം തടസ്സമാണ് അച്ഛാ. ഞാൻ എന്റെ പണം കുറച്ച് ലിസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ അടച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് തിരിച്ചു കിട്ടാനും നിവൃത്തിയില്ല. ഞാൻ എവിടെ തുടങ്ങിയാലും എല്ലാം പരാജയമാണ്. ഇന്ന് ഞാൻ വളരെ ക്ലേശിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബത്തിന് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ കുറെ നേരം വേദനയോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന ശക്തമായ വചനമാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 31:14. കാണുന്നതിനൊക്കെ കൈ നീട്ടരുത്. എന്താ കാണുന്നതിനൊക്കെ കൈ നീട്ടരുതെന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രസ്ഥാനം ഉണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾ 1000 രൂപ അടച്ചാൽ 5 വർഷം കഴിയുമ്പോൾ അത് 5000 രൂപ നിങ്ങൾക്ക് തിരിച്ചു തരുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടെന്നിരിക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു 5000 രൂപ, ഒരു 1000 രൂപ അടച്ചാൽ ഒരു 5 വർഷം കഴിയുമ്പോൾ 10000 രൂപയായിട്ട് തിരിച്ചു തരുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടെന്നിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നിങ്ങൾക്ക് പണം കിട്ടുന്നുവെങ്കിൽ അത് ദൈവം അംഗീകരിച്ച പണമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ദൈവത്തിന്റെ വചനം വ്യക്തമായി ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 13:11, അനായാസമായി നേടിയ സമ്പത്ത് ക്ഷയിച്ചു പോകും. വീണ്ടും സുഭാഷിതം 20:21, തിടുക്കത്തിൽ കൈവശമാക്കിയ സ്വത്ത് അവസാനം അനുഗ്രഹമായിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ നിയമാനുസൃതമായിരിക്കാം, ഒരുപക്ഷെ ലോകദൃഷ്ടിയാൽ തെറ്റില്ലാത്തൊരു കാര്യമായിരിക്കാം. ലോകത്തിന്റെ ദൃഷ്ടിയിൽ തെറ്റില്ലാത്തൊരു കാര്യമാണെങ്കിലും ഒരു ദൈവ പൈതൽ അതിനെ പുലുകരുത്. കാരണം ദൈവം ഇങ്ങനെയുള്ള വഴികളെ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് നാം വ്യക്തമായി അറിയണം. ദൈവത്തിന്റെ വചനം ഈ കാര്യത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കണം. തെറ്റില്ലാത്ത എല്ലാ കാര്യങ്ങളും സ്വീകരിക്കാൻ ഒരു ദൈവ പൈതലിനെ ദൈവം അനുവദിക്കുന്നില്ല. കാണുന്നതിനെല്ലാം കൈ നീട്ടരുത്. അച്ഛൻ ചെറുപ്പത്തിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായി പുറത്ത് മറ്റൊരു ഇടവകയിൽ പള്ളിപ്പെരുന്നാളിന് പോയി. അവിടെ ചെന്നപ്പോൾ വലിയ വലിയ സംഭവങ്ങൾ പള്ളിമുറ്റത്ത് നടക്കുകയാണ്. ഇതാ, ഒരു ഭാഗത്ത് വലിയ വലിയ സ്റ്റോളുകൾ, അവിടെ മാതാവിന്റെ രൂപങ്ങൾ, ഈശോയുടെ രൂപങ്ങൾ, കുരിശുരൂപങ്ങൾ, കൊന്ത, നല്ല നല്ല വിശുദ്ധന്മാരുടെ പുസ്തകങ്ങൾ, പടങ്ങൾ, ഇതെല്ലാം ഉണ്ട്. അവിടെയൊക്കെ ആളുകൾ വളരെ കുറവായിരുന്നു. എന്നാൽ ഞാൻ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത് കണ്ടു. ഞാൻ ആവേശത്തോടെ അങ്ങോട്ട് ചെന്നു. അപ്പോൾ അവിടെ വലിയൊരു വീരൻ ചില വീരവാദം മുഴക്കി അവിടെ നിന്ന് വന്ന് നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അതായത് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്: 1 വെച്ചാൽ 10, 10 വെച്ചാൽ 100, 100 വെച്ചാൽ 1000. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ തല ഉയർത്തി ചുറ്റും നോക്കുക. നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റിലും ഒരുപാട് ഓഫറുകൾ നൽകുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഒരുപാട് ഓഫറുകൾ നിങ്ങൾക്ക് ലഭിക്കും. കിട്ടുന്നതെല്ലാം, ലാഭത്തിൽ കിട്ടുന്നതെല്ലാം നിങ്ങൾ കോരിയെടുക്കരുത്. സൗജന്യമായി കിട്ടുന്നതെല്ലാം നിങ്ങൾ കൈനീട്ടരുത്. എവിടെ ഫ്രീ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടരുത്. കാരണം ഇത് ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് നീ എന്തുകൊണ്ട് വിശകലനം ചെയ്യുന്നില്ല? ഈ മാർഗം ദൈവത്തിന്റെ അംഗീകാരമുള്ള മാർഗമാണോ? എന്തുകൊണ്ട് നീ അന്വേഷിക്കുന്നില്ല? ഒരു ദിവസം അമേരിക്കയിൽ നിന്ന് ഒരു കുടുംബനാഥൻ വേദനയോടെ പങ്കുവെച്ചൊരു സംഗതിയുണ്ട്. ആ കുടുംബനാഥൻ പറയാണ്: എന്റെ അച്ഛ, ഒത്തിരി കാലം മുമ്പ് ഒരുപാട് കഷ്ടപ്പെട്ട് അമേരിക്ക വന്നു. ഇവിടെ വന്ന് ഒരുപാട് വേദന, ഒരുപാട് കഷ്ടപ്പെട്ട് സമ്പത്തും പണമെല്ലാം ഉണ്ടാക്കി, ഒരുപാട് ഓവർ ടൈം ചെയ്തു. ഒരു സ്ഥാപനത്തിൽ ജോലി കഴിയുമ്പോൾ അടുത്ത സ്ഥാപനത്തിൽ, അത് കഴിയുമ്പോൾ വേറൊരു സ്ഥാപനത്തിൽ, അങ്ങനെ മാറി മാറി ഓവർ ടൈം ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് പണവും വീടും സ്ഥാനമാനങ്ങളും എല്ലാം ഉണ്ടായി. 10-20 വർഷത്തിലധികമായി ഇവിടെ കടന്ന് അധ്വാനിച്ച് ഇവിടെ നല്ല പേരും പെരുമയും എല്ലാം ഉണ്ടായി, സിറ്റിസൺഷിപ്പ് നേടി. പക്ഷെ പറഞ്ഞിട്ട് എന്താ അച്ഛാ കാര്യം? കുടുംബജീവിതം പോയി അച്ഛാ.
കുടുംബം നഷ്ടപ്പെട്ട ബാക്കിയെല്ലാം ഉണ്ട്, കുടുംബം നഷ്ടപ്പെട്ട ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ അങ്ങനെ പറയണത്? അച്ഛാ, മക്കളെല്ലാം നാനാവിധമായി, മക്കളെല്ലാം 4 വഴിക്ക് പോയി. 10, 13, 10, 15 വയസ്സായ പെൺമക്കൾ രാത്രി മുഴുവൻ വീട്ടിലില്ലാതെ പിറ്റേ ദിവസം കയറി വരുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു ഇന്നലെ രാത്രി എന്നൊന്ന് ചോദിക്കാൻ പോലും അവകാശമില്ല അച്ഛാ. അതുപോലെ ഞങ്ങളുടെ കുടുംബ ജീവിതം കുത്തഴിഞ്ഞു കിടക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്ക് ചുറ്റിലും ഒരുപാട് ഓഫറുകൾ ഉണ്ടാവും. ഇന്ന് ഇവിടെ ജോലി ചെയ്താൽ 10,000, 15,000, 20,000 കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഓഫറുകൾ വരും. 2 ലക്ഷത്തിന്റെയും 2.5 ലക്ഷത്തിന്റെയും ഓഫറുകൾ വരും. നിങ്ങൾ ന്യായമായി തെറ്റില്ല എന്ന് വിചാരിച്ച് തെറ്റില്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഓടരുത്. അത് അവസാനം ഗുണകരമായിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് അംഗീകരിച്ചിട്ടുള്ള വഴികളാണ് ഒരു ദൈവ പൈതലിനെ പടുത്തുയർത്തുന്ന വഴികൾ. കർത്താവ് അംഗീകരിക്കാത്ത വഴികൾ അത് തെറ്റില്ലാത്തതാണെങ്കിൽ പോലും ആ വഴിയെ ഒരു ദൈവ പൈതൽ നടക്കരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സോളമന്റെ ജീവിതത്തിൽ വലിയൊരു സംഭവം ഉണ്ടായി. സോളമൻ ദൈവത്തിന്റെ മാർഗത്തിൽ പദാനുപദം അടിക്കടി ഉയർച്ച പ്രാപിച്ചു വരുമ്പോൾ ദൈവം സോളമനോട് പറഞ്ഞിരുന്നു, നീ അന്യജാതികളിൽ വിവാഹം ചെയ്യരുത്. എന്നാൽ സോളമന്റെ ജീവിതത്തിൽ ആ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കാൻ സോളമന് സാധിച്ചില്ല. സോളമൻ യുദ്ധത്തിന് പോയ രാജ്യങ്ങളെല്ലാം രാജകുമാരിമാരെ കല്യാണം കഴിച്ച് സോളമന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അന്ന് രാജാക്കന്മാർക്ക് ഒന്നിലധികം ഭാര്യമാരെ കല്യാണം കഴിച്ചു കൊണ്ടുവരിക നിയമാനുസൃതമായിരുന്നു. അതിൽ തെറ്റില്ലാത്ത കാര്യമായിരുന്നു. അങ്ങനെ സോളമനും ലോകദൃഷ്ടിയ തെറ്റില്ലാത്ത കാര്യം തന്നെയാണ് ചെയ്തത്. അവൻ യുദ്ധത്തിന് പോയ രാജ്യങ്ങളിൽ നിന്ന് രാജകുമാരിമാരെ കല്യാണം കഴിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അവന് രാജ്ഞിപദമുള്ള 700 രാജ്ഞിമാരുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവം അംഗീകരിച്ചൊരു മാർഗമായിരുന്നില്ല. ഇത് ദൈവം നിരോധിച്ചൊരു വഴിയായിരുന്നു. ലോകം അംഗീകരിച്ചതായിരുന്നെങ്കിലും ദൈവം നിരോധിച്ചൊരു വഴിയായിരുന്നു ഇത്. വിശുദ്ധ ലിഖിതത്തിൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 2 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങൾ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്, അവർ നിങ്ങളുമായും അവർ നിങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ച് കളയുമെന്ന് അവരെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരുന്നു. ഇങ്ങനെ വ്യക്തമായി കർത്താവ് നിരോധിച്ച കാര്യമാണ് സോളമന്റെ താല്പര്യപ്രകാരം സോളമൻ ചെയ്തു കൂട്ടിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന്റെ അവസാനം എങ്ങനെ പരിണമിച്ചു? രാജാക്കന്മാർ 1-ാം പുസ്തകം 11-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ കാണുന്നങ്ങനെയാണ്. സോളമന് വാർദ്ധക്യമായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു. പിതാവായ ദാവീദ് ദൈവമായ കർത്താവിനോട് വിശ്വസ്തനായിരുന്നത് പോലെ അവൻ അവിടത്തോട് പരിപൂർണമായും വിശ്വസ്തത പാലിച്ചില്ല. സോളമൻ സീദോന്യരുടെ ദേവിയായ അസ്താർത്തയെയും അമ്മോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോമിനെയും ആരാധിച്ചു. അങ്ങനെ അവൻ കർത്താവിന് മുമ്പിൽ അനിഷ്ടം പ്രവർത്തിച്ചു. തന്റെ പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുഗമിച്ചില്ല. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സോളമൻ തന്നെ ചെയ്യരുതെന്ന് കൽപ്പന പുറപ്പെടുവിച്ചിരുന്ന അന്യദൈവ ആരാധനയും അന്യദൈവങ്ങൾക്കുള്ള പൂജാഗൃഹങ്ങൾ നിർമ്മിക്കുന്ന പ്രവൃത്തിയും ബിംബങ്ങൾ ഉണ്ടാക്കുന്ന പ്രവൃത്തിയും അവൻ തന്നെ ചെയ്ത് അവന്റെ വാർദ്ധക്യത്തെ അവൻ മലീമസമാക്കി. ആര് മുഖാന്തരം? ദൈവം അരുതെന്ന് പറഞ്ഞ ഈ സ്ത്രീകളെ ഭാര്യമാരായി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നത് മൂലം. ആദ്യം വായിൽ അത് മധുരമായിരുന്നെങ്കിലും പിന്നീട് സർപ്പവിഷമായി പരിണമിച്ചില്ലേ? എല്ലാം അനുവദനീയമാണെങ്കിലും എല്ലാം പ്രയോജനകരമാണെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് അപ്പോസ്തലൻ ദൈവമക്കളെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനത്തിൽ 10-ാമത്തെ അധ്യായം അതിൽ 23-ാമത്തെ വാക്യം, എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. പ്രിയപ്പെട്ട ദൈവ പൈതലേ, കാണുന്നതിനെല്ലാം നീ കൈ നീട്ടരുത്. നിന്റെ കണ്ണിന് ഇമ്പകരമായ, നിന്റെ കണ്ണിന് കൗതുകകരമായ പലതും നിനക്ക് ചുറ്റിലും കണ്ടേക്കാം. നിന്റെ ഹൃദയത്തിന് ഇമ്പകരമായ പല ഓഫറുകൾ നിനക്ക് ചുറ്റിലും വന്നേക്കാം. നിന്റെ കണ്ണിനെ കവരുന്ന, നിന്റെ ഹൃദയത്തെ മോഹിപ്പിക്കുന്ന പല ബിംബങ്ങളും പല രീതികളും പല പ്രതീകങ്ങളും പല കലാകൗശല വസ്തുക്കളും നിനക്ക് ചുറ്റുണ്ടായേക്കാം. നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ, നീ ഇങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ കാണുന്ന വിളക്കുകളും ഇവിടെ കാണുന്ന രൂപങ്ങളും അവിടെ കാണുന്ന രീതികളും ഇവിടെ കാണുന്ന മോഡലുകളും നീ കണ്ട് ആകർഷനായി അതെല്ലാം നിന്റെ ദൈവമായ കർത്താവിന്റെ ആലയത്തിലേക്ക് നീ വലിച്ചുകൊണ്ട് വരരുത്. നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ അങ്ങനെയുള്ള രീതികളെല്ലാം നീ കർത്താവിന്റെ സഭയിലേക്ക് കൊണ്ടുവരരുത്. കാവി എടുത്ത് ചന്ദനക്കുറി പൂശി കുർബാന ചെല്ലുന്നതും
മദ്ബഹായിൽ വെച്ച് തേങ്ങ ഉടച്ചു കൊടുത്ത് കർത്താവിന്റെ മദ്ബഹ അശുദ്ധമാക്കുന്നതും സഭയെ പടുത്തുയർത്തുമെന്ന് ധരിച്ചു വശാകരുത്. കാണുന്നതെല്ലാം കൈ നീട്ടരുത്. നിന്റെ ചുറ്റും പല സംസ്കാരങ്ങളുണ്ടാകും, നിന്റെ ചുറ്റും പല രീതികളുണ്ടാവും, നിന്റെ ചുറ്റിലും പല ആചാരാനുഷ്ഠാനങ്ങളുണ്ടാവും. എന്നാൽ പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, നീ നിന്റെ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കണം. അച്ഛൻ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ അച്ഛൻ ഇംഗ്ലണ്ടിലെയും സ്പെയിനിലെയും അതുപോലെ ഇറ്റലിയിലെയും ചില കാര്യങ്ങളെ പഠിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ആ ദേശത്തുള്ള ഇസ്ലാം മതവിശ്വാസികൾ, മുസ്ലിം മതവിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൽ നിന്ന് ആണിവിടെ വ്യതിചലിക്കാൻ കൂട്ടാക്കിയില്ല. എന്നാൽ ഇവിടുന്ന് പോയ ക്രിസ്തീയ മക്കളിൽ പലരും, അല്ലെങ്കിൽ പലതരത്തിലുള്ള ആളുകള്, പലതരത്തിലുള്ള വളരെ ലൂസായ സ്വഭാവമുള്ളവര് ഏത് കൾച്ചറും ഏത് സ്വഭാവവും ഏത് രീതിയും സ്വീകരിക്കാൻ തയ്യാറായി, 4 കാലും പറിച്ച് ചാടാൻ തയ്യാറായി നിൽക്കുന്ന രീതിയാണ് ഞാൻ അവിടെ കണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രദേശത്തുള്ള ചില വ്യക്തികളെ ഞാൻ നോക്കിയപ്പോൾ അവരുടെ ശരീരത്തിൽ ആദ്യം ഞാൻ കണ്ടു ഒരു കുരിശ്, പിന്നെ ഞാൻ കണ്ടു അതിന്റെ മുകളിൽ കൂടെ ഒരു പാമ്പ് തലകീഴായി തൂങ്ങിക്കിടക്കുന്നു. ഇതെന്താണെന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു. ആദ്യം ഇവർക്ക് യേശുവിന് ഇഷ്ടമായിരുന്നു, അപ്പോൾ കുരിശ് വരച്ചു. പിന്നെ പാമ്പിന്റെ ചിത്രം നന്നായി തോന്നി, അത് അതിന്റെ മുകളിൽ വരച്ചിട്ട് തോന്നുന്നതിനെല്ലാം കൈ നീട്ടുന്ന വിവേകം നഷ്ടപ്പെട്ട ഒരു ജനത. പ്രൈസ് ദി ലോർഡ്. നിന്റെ ശരീരത്തിൽ പച്ച കുത്തരുത് എന്ന വചനം അറിയാൻ പാടില്ലാത്ത, കർത്താവിന്റെ ശരീരത്തെ അശുദ്ധമാക്കിയ പാപം ചെയ്തവൻ. കാണുന്നതിനെല്ലാം നീ കൈ നീട്ടരുത്. നിന്റെ ചുറ്റും കാണുന്ന എല്ലാ രീതികളും നിന്റെ ദൈവമായ കർത്താവിൽ നിന്നെ ശക്തിപ്പെടുത്തുകയില്ല. പ്രിയപ്പെട്ട ദൈവ പൈതലേ, കർത്താവ് നൽകുന്ന ഈ നിർദ്ദേശം നീ ശ്രദ്ധിക്കണം. നിനക്ക് ചുറ്റുമുള്ള എല്ലാം നിനക്ക് പ്രയോജനകരങ്ങളല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. പ്രഭാഷകൻ 31:14, നീ കാണുന്നതിലെല്ലാം കൈ നീട്ടരുത്. ദാവീദ് രാജാവ് ഊറിയായെ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. ഊറിയയുടെ ഭാര്യ ബേർശബയുമായി ദാവീദ് പാപം ചെയ്ത്, അതിനുശേഷം ദാവീദ് രാജാവ് തന്ത്രപൂർവ്വം ഊറിയായെ കൊട്ടാരത്തിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ ലീവ് അനുവദിച്ചിരിക്കുന്നു. നീ ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ച് നീ വേഗം നിന്റെ കുടുംബത്തിൽ പോയി ഭാര്യയുമായി സഹിക്കുക. എന്നാൽ ഊറിയ കാണുന്നതെല്ലാം കൈ നീട്ടുന്ന സ്വഭാവക്കാരനായിരുന്നില്ല. ഫ്രീ ആയി ലീവ് കിട്ടി, ഇത് വലിയൊരു ഭാഗ്യമെന്ന് കരുതി വീട്ടിലേക്ക് ഓടുന്ന സ്വഭാവക്കാരനായിരുന്നില്ല ഊറിയ. അവൻ കാണുന്നതിനെല്ലാം കൈ നീട്ടുന്ന സ്വഭാവക്കാരനായിരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും എന്തൊക്കെ ഫ്രീ ആയി കിട്ടിയാലും, എന്തൊക്കെ ഫ്രീ ഓഫറുകൾ ഉണ്ടായാലും അതിനെല്ലാം കൈനീട്ടി ഓടുന്നൊരു സ്വഭാവം നമുക്ക് ഗുണകരമല്ല എന്ന് തിരിച്ചറിയണം. ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വഴിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ പിതാക്കന്മാർ തന്ന പാരമ്പര്യത്തിൽ നീ മുറുകെ നിൽക്കണം. നീ അവിടെ നീ വെള്ളം ചേർക്കരുത്. പാരമ്പര്യത്തിലും പ്രബോധനങ്ങളിലും ഉറച്ചു നിൽക്കണം. വചനത്തിലും ആത്മാവിലും ഉറച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. പിതാവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനിലേക്കും ഓരോ മകളിലേക്കും അങ്ങയുടെ ശക്തിയെ വർഷിക്കണമേ കർത്താവേ. ഈ കാലഘട്ടത്തിൽ അതിശക്തമായ കൊടുങ്കാറ്റ് വീശുമ്പോൾ, അതിശക്തമായ കാറ്റ് വീശുമ്പോൾ കർത്താവെ, ലോകത്തിന്റെ വഴികളിലൂടെ ഉഴലാതെ വചനത്തിലും പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിലും ഉറച്ചു നിന്ന് പരിശുദ്ധാത്മാവിൽ പിതാവിനെ ആരാധിക്കുന്ന പൈതലായി പൗരുഷത്തോടെ സാത്താന്റെ തലയെ ചവിട്ടി മെതിച്ച് നിൽക്കാൻ തക്കവണ്ണം ഓരോ വിശ്വാസിയെയും ബലപ്പെടുത്തണമേ കർത്താവെ. കുടുംബങ്ങളിൽ കടന്നുകൂടിയിരിക്കുന്ന ഇടവകളിൽ കടന്നുകൂടിയിരിക്കുന്ന സഭാ സമൂഹങ്ങളിൽ കടന്നുകൂടിയിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ദൈവവചന വിപരീതമായ എല്ലാ സ്വാധീനങ്ങളെയും കർത്താവെ അവിടുന്ന് ദൂരെ അകറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ ആത്മാവ് വ്യാപരിക്കട്ടെ. സഭയെ പുതുക്കി പണിയണമേ, കുടുംബങ്ങളെ പുതുക്കി പണിയണമേ, വ്യക്തികളെ പുതുക്കി പണിയണമേ, എല്ലാ പ്രസ്ഥാനങ്ങളെയും പുതുക്കി പണിയണമേ. വലിയ വലിയ നവീകരണത്തിന്റെ അഭിഷേകം ലോകത്തിലേക്ക് അവിടുന്ന് വർഷിക്കണമേ കർത്താവേ. തളർന്നിരിക്കുന്ന ഹൃദയങ്ങളെ ശക്തി കൊടുത്ത് അഭിഷേകം ചെയ്ത് ഉയർത്തണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ആഴങ്ങളറിയുന്ന ഈശോ ആഗതനാകുന്നു നമ്മിൽ, അനുതാപ ഹൃദയമുയർത്തി സ്വന്ത
സ്വന്തമാക്കാമനുപമനേ ആഴങ്ങളറിയുന്ന ഈശോ ആഗതനാകുന്നു നമ്മിൽ അനുതാപഹൃദയമുയർത്തി സ്വന്തമാക്കാമനുപമനേ ആഴങ്ങളറിയുന്ന ഈശോ. ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ ചൈതന്യത്താൽ അഭിഷേകം ചെയ്യുന്നവനായ യേശു ക്രിസ്തു ഈ നിമിഷങ്ങളിൽ അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ മക്കളുടെ മേലും സ്വർഗത്തിന്റെ അത്ഭുത ചൈതന്യത്തെ നിവേശിപ്പിച്ച് നവീകരിക്കുന്നവനായി ഇതാ കടന്നു വന്നിരിക്കുന്നു. ഇപ്പോൾ എല്ലാ ദൈവമക്കളും രണ്ടു കരങ്ങൾ ഉയർത്തട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് മകനെ മകളെ ആത്മാർത്ഥമായി ദൈവത്തെ വിളിക്കുമെങ്കിൽ, ആത്മാർത്ഥമായി യേശുവിനെ വിളിക്കുമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കും. യേശുവിന്റെ നാമത്തിന്റെ അഭിഷേകം, സ്വർഗത്തിന്റെ ചൈതന്യം അത്ഭുതകരമായി നിങ്ങളുടെ മേൽ വ്യാപരിക്കും. എല്ലാവരും കരഞ്ഞു വിളിക്കട്ടെ, നിലവിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. രോഗികൾക്ക് വേണ്ടി എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനത്തിൽ രോഗികളായി കിടക്കുന്ന ഓരോ മകന്റെയും മകളുടെയും ശിരസിൽ കരങ്ങൾ വെച്ച് ഈ നിമിഷങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനസ്സിൽ സമാധാനം ഇല്ലാത്തവർ, വലിയ ദുഃഖത്തിലിരിക്കുന്നവർ, വലിയ മനപ്രയാസങ്ങളിരിക്കുന്നവർ, വലിയ കലക്കത്തിലിരിക്കുന്നവർ, അന്ധകാരത്തിലിരിക്കുന്നവർ ഒരു വിടുതലിനായി ഇപ്പോൾ ആഗ്രഹിക്കുക. യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. ഇപ്പോൾ സ്വന്തം ശിരസിലേക്ക് കരങ്ങൾ വെച്ച് ഓരോ മകനും മകളും ഇപ്പോൾ തീഷ്ണമായി പ്രാർത്ഥിക്കുമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. കണ്ണടച്ച് തീഷ്ണതയോടെ ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മക്കളെ സ്പർശിക്കണമേ. യേശുവേ, അങ്ങയുടെ മക്കളെ സ്പർശിക്കണമേ. കുടുംബങ്ങളെ സ്പർശിക്കണമേ. കുടുംബങ്ങളുടെ കെട്ടുകൾ അഴിക്കണമേ. ജീവിതത്തിന്റെ ഭാരങ്ങൾ എടുക്കണമേ. കർത്താവെ, തകർന്ന ഹൃദയത്തോടെ നിലവിളിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും ഇപ്പോൾ സ്വർഗത്തിന്റെ അത്ഭുതങ്ങൾ പ്രവഹിക്കട്ടെ, സ്വർഗത്തിന്റെ ശക്തി പ്രവഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അനുതാപഹൃദയമുയർത്തി സ്വന്തമാക്കാമനുപമനേ ആഴങ്ങളറിയുന്ന ഈശോ. എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. ഈ കുഞ്ഞിനെ 4 മാസം ഗർഭം ധരിച്ചിരുന്ന സമയത്ത് എൻ്റെ ഭാര്യയുടെ ബ്ലഡിൽ റൂബല എന്നൊരു വൈറസ് കടന്നുകൂടി. അപ്പോൾ ഡോക്ടർമാർ റിപ്പോർട്ട് കണ്ടപ്പോൾ പറഞ്ഞു കുഞ്ഞിനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ അവസ്ഥയിൽ ഡോക്ടർ പറഞ്ഞു ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല. അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പല ഡോക്ടർമാർക്കും പോയി അന്വേഷിച്ചു. പക്ഷെ ട്രീറ്റ്മെന്റ് ഇല്ലാന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായി. കർത്താവിന്റെ കൃപ കൊണ്ട് ഉടനെ തന്നെ ഞങ്ങൾക്ക് സഹിയോനിൽ ധ്യാനം കൂടാൻ അവസരം കിട്ടി. ധ്യാനം കൂടാൻ വന്നപ്പോഴും ഭാര്യയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. കുഞ്ഞിന് മൂവ്മെന്റ്സ് വളരെ കുറവാണ്. അങ്ങനെ ഞങ്ങളിവിടെ ധ്യാനം കൂടാൻ എത്തി. ധ്യാനം കൂടാൻ തുടങ്ങി 3-ാമത്തെ ദിവസമായപ്പോഴത്തേക്കും ഭാര്യയുടെ അവസ്ഥ വളരെ മോശമായി. നിൽക്കാനോ ഇരിക്കാനോ ഒന്നും കഴിയില്ല. വയറ് കമ്പിച്ച് കുഞ്ഞ് അനങ്ങുന്നില്ല. അങ്ങനെ 3-ാമത്തെ ദിവസമായപ്പോഴത്തേക്കും ഇവിടുന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകാനുള്ള ആലോചനയിലായി. ഞങ്ങളൊരു നേഴ്സ് ഉണ്ടായിരുന്നു. നേഴ്സ് പറഞ്ഞു ഇത് വളരെ അപകടം പിടിച്ച അവസ്ഥയാണ്, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യ ചെന്നിട്ട് കൊച്ചുമോൾ സിസ്റ്റർ അടുത്ത് ചെന്ന് പറഞ്ഞു വിവരങ്ങൾ. സിസ്റ്റർ ഉടൻ തന്നെ കർത്താവിന്റെ തൈലം പൂശി കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഉടനെ തന്നെ ആ വയറ് കല്ല് പോലെ ഇരുന്ന വയറ് അയഞ്ഞു. ഞങ്ങളെ കുഞ്ഞ് അനങ്ങാണ്ടിരുന്ന കുഞ്ഞ് മൂവ്മെന്റ്സ് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ധ്യാനം കഴിഞ്ഞ് വളരെ സുഖമായിട്ട് ഇവിടെ ധ്യാനം കൂടിയതിന് ശേഷം 3-ാമത്തെ ദിവസം ശേഷം, അതുവരെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ നിന്നിരുന്നത്. അങ്ങനെ വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ശനിയാഴ്ച കോഴിക്കോട്ട് ലാബിൽ പോയിട്ട് വീണ്ടും ചെക്ക് ചെയ്തു. പ്രിയമുള്ളവരെ, അതിൽ ആ വൈറസ് നെഗറ്റീവായി. അതിന്റെ റിപ്പോർട്ടാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത്. കയ്യിലുണ്ട്. ഒരു അത്യപൂർവ രോഗമാണ് ഈ
കുഞ്ഞിനെ ബാധിച്ചിരുന്നെന്നാണ് അന്നത്തെ ഡോക്ടർമാരുടെ റിപ്പോർട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇത് ഈ റുബെല്ല എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ വസൂരിയാണ്. അത് ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ല. പക്ഷെ അതിന് നമുക്ക് പ്രതിരോധ കുത്തിവയ്പ്പേ ഉള്ളൂ. ഇത് വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഇല്ല. ആ അവസ്ഥയിലാണ് ഞങ്ങൾ ബുദ്ധിമുട്ടിപ്പോയത്. അങ്ങനെ ആ റിപ്പോർട്ടാണ് ഇന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പൂർണ്ണമായും മാറിയെന്ന് ഡോക്ടർ കൊടുത്ത റിപ്പോർട്ട്. ഏതായാലും കുഞ്ഞ് യാതൊരു അസുഖമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെ കുഞ്ഞ്. അങ്ങനെ ആ ധ്യാനത്തിൽ ഞങ്ങൾക്ക് സൗഖ്യം കിട്ടി. ഇപ്പോൾ ഞങ്ങൾ കുഞ്ഞിനായിട്ട് വന്ന് കർത്താവിന് നന്ദി പറയും, മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവിന് 1000 നന്ദി. ഒരു നേർച്ചയുടെ പൂർത്തീകരണമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ.